പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധൻ ചുമതലയേറ്റു. കാർഡിയോളജി വിഭാഗം കൺസൾട്ടന്റായി ഡോക്ടർ ടി.എസ്. ഗിരീഷാണ് ചുമതലയേറ്റത്. വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇദ്ദേഹം OP വിഭാഗത്തിൽ രോഗികളെ പരിശോധിക്കും. അടുത്തയാഴ്ച മുതലാണ് കാർഡിയോളജി വിഭാഗം ഡോക്ടറുടെ സേവനം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാവുക. ആശുപത്രിയിൽ കാത്ത് ലാബ് സജ്ജമാകുന്ന മുറയ്ക്ക് പൂർണ്ണതോതിൽ ഹൃദ്രോഗ വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഹൃദ്രോഗ വിദഗ്ധൻ ചുമതലയേറ്റ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കാത്ത് ലാബ് ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും വേഗം കൂടിയിട്ടുണ്ട്. ലാബ് സജ്ജമാക്കാൻ കഴിഞ്ഞയാഴ്ച സർക്കാർ 7 കോടി രൂപ അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ PS സുബാൽ MLA സമർപ്പിച്ച നിവേദനം പരിഗണിച്ചാണ് തുക അനുവദിച്ചത്. ആശുപത്രിക്ക് മുന്നിൽ കച്ചേരി റോഡിനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിൽ ലാബ് ഒരുക്കാനാണ് ആലോചന. കെട്ടിടത്തിന്റെ സ്ഥിരത പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കാട്ടി സൂപ്രണ്ട് ഡോക്ടർ KR സുനിൽകുമാർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഹൃദ്രോഗ വിഭാഗം അനുവദിച്ചിട്ടുള്ള ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത്. 2022 ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും ഡോക്ടറെ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിനായില്ല. പലതവണ നിയമന ഉത്തരവിറക്കിയെങ്കിലും ആരും ചുമതലയേറ്റില്ല. കാത്ത് ലാബ് ഇല്ലാതിരുന്നതാണ് കാരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.